റിലിമോളെ, എനിക്ക് ആദ്യത്തെ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇഷ്ടായോ? ഇഷ്ടായോ? ഇനി മോളെ ആദിത്താന്ന് വിളിക്കണ്ട കേട്ടോ, ഉമ്മാന്ന് വിളിച്ചാ മതി. ഉമ്മന്റെ പൊന്നുമോളാട്ടോ. അതെന്തിനാ മോള് കരയുന്നു? നീ പൊന്നുമോളല്ലേ, നീ കരയണ്ട കേട്ടോ, ഇനി കരയാൻ പാടില്ല. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിനക്ക് സമയമുണ്ടോ? ഇങ്ങോട്ട് കയറി വരിതാത്തത്, അവിടെ ഇരിക്കി. ഇങ്ങോട്ട് കയറി. ഉദ്ദേശം എന്താ? നീ ഈ കൊച്ചിനെ എന്ത് ചെയ്യാൻ പോവാ? എന്താ നിന്റെ ഉദ്ദേശം? അതെനിക്ക് അറിയണം. അതിനാ ഞാൻ അങ്ങോട്ട് വന്നത്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലേ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. പിന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് ഞാൻ ഇങ്ങനെ എപ്പോഴും പറഞ്ഞിരിക്കണോ? ഈ പറയുന്നത് അങ്ങനെ എടുത്തിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു തീരുമാനമല്ല ഇത്. നമുക്ക് വല്ല ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വല്ല എത്തിങ്ങാനല്ലോ ഇവളെ കൊണ്ടാക്കാം. നിന്നെ കൊണ്ട് ഇപ്പം എത്ര നാൾ ഇവളെ നോക്കാൻ പറ്റൂ? താത്ത, ഈ പാവത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നി ഇനെ എത്തിങ്ങാനെ കൊണ്ടുപോയാക്കാൻ? നിങ്ങളിനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ മൂത്ത മോളായിട്ട് ഞാൻ ഇതിനെ വളർത്തും. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട. നീ പറഞ്ഞാൽ കേട്ടില്ലേ, നീ പഠിക്കും. നിനക്ക് പറഞ്ഞു തരാൻ ഞാനേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. കുറേ കഴിയുമ്പോൾ നിനക്ക് തോന്നും താത്ത പറഞ്ഞായിരുന്നു ശരിയെന്ന്. കേട്ടില്ലെങ്കിൽ അനുഭവിച്ചോ. ഞാൻ ഇനി ഒന്നും പറയാൻ നിൽക്കുന്നില്ല. ഞാൻ എൻ്റെ അടുത്ത് പഠിക്കാനാ ഈ എത്തി മക്കളെ ഏറ്റെടുത്തതോ? അങ്ങനെ പഠിക്കുകയാണെങ്കിൽ പഠിച്ചോ ഞാൻ പഠിപ്പിക്കട്ടെ. എനിക്ക് അതിനൊരു വിഷമവും ഇല്ല. ഇനിയിപ്പോൾ എനിക്ക് പഠിച്ചോ വേറെ മക്കൾ തന്നില്ലെങ്കിൽ എനിക്ക് വിഷമമില്ല. ഞാൻ എൻ്റെ മോളായിട്ട് വളർത്തും. ഇതാണ് എൻ്റെ മോള്. കൊച്ചാണ്, ആൺകുട്ടിയല്ല. ഒരുപാട് ചിലവും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് നീ എന്താന്ന് വെച്ചാൽ ഒഴിവാക്കാൻ നോക്ക്, വേറെ ആരുടെ കേൾപ്പിച്ചിട്ട്. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു. ഇനി ഈ കാര്യത്തിൽ ഞാൻ നിന്നോട് ഒന്നും പറയില്ല. നിനക്ക് ഓർത്താൽ നിനക്ക് നല്ലത്. എന്ത് പെൺകുട്ടി? നിങ്ങളൊരു പെൺകുട്ടിയല്ലേ, ഞാനും ഒരു പെൺകുട്ടിയാ, വെളും ഒരു പെൺകുട്ടിയാ. അതിന് എനിക്കൊരു കുഴപ്പമില്ല. പഠിച്ചോ എനിക്ക് എടുക്കാൻ മാത്രം നോക്കാനുള്ള ഇപ്പോൾ വകണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ പൊന്നുപോലെ നോക്കൂ. ഇനി മേലാൽ നിങ്ങൾ ഇവിടെ ഉമ്മയും വാപ്പയും ഇല്ലാത്താന്ന് പറയരുത്. കാരണം ഉമ്മയും വാപ്പയൊക്കെ ഇവിടെ ഉണ്ടോക്ക്. ഇനി മോൾ ആരും ഒന്നും പറയൂല കേട്ടോ. ആരേലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ മോള് ഉമ്മൻ്റെ അടുത്ത് വന്നിട്ട് പറയണം കേട്ടോ. നാളെ മുതൽ മോള് സ്കൂളും മദ്രസിലൊക്കെ പോകണം കേട്ടോ. പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്റുമ്മാന്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ? അതിലെ